കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുക എന്നൊരു ചൊല്ലുണ്ട്. ഈ പണ്ടുകാലത്ത് വിഷവൈദ്യന്മാർ ചെയ്തിരുന്ന പ്രയോഗമാണ് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുക എന്നുള്ളത്. എന്തായാലും ഇവിടെ അങ്ങനെ ഒരു വിഷമിറക്കൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. CPM പഠിച്ച പണി 18 നോക്കി. 19ാമത്തെ പൂഴിക്കടകൻ എന്ന അടവ് വരെ പ്രയോഗിച്ചു. രക്ഷയില്ല. ജി സുധാകരൻ വഴങ്ങുന്നില്ല. പോയി പണി നോക്കാനാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയോട് പോലും പറഞ്ഞത്. അദ്ദേഹത്തെ അനുനയിപ്പിച്ച് തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ജില്ലാ നേതാക്കൾ മുതൽ കേന്ദ്ര നേതാക്കൾ വരെ ശ്രമിച്ചു. പരാജയമായിരുന്നു ഫലം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF പിന്തുണയ്ക്കുമെന്നും ശ്രുതിയുണ്ട്. എന്നാൽ മറ്റൊരു വിവരം, അദ്ദേഹം BJPയിൽ ചേരും, BJPയുടെ സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കും എന്ന ഒരു വാർത്തയും അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. CPM ആകെ വെട്ടിലായിരിക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ. സുധാകരൻ കോൺഗ്രസിലേക്ക് പോയാലും, അതായത് UDFന്റെ ഭാഗമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും, അദ്ദേഹം BJPയുടെ പിന്തുണ തേടിയാലും ഒരുപോലെ ആപത്താണ്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമാണ്. അത് ഏറ്റവും നന്നായി അലയടിക്കുന്ന ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ സമീപ നിയോജക മണ്ഡലങ്ങളിൽ പോലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് CPM ഭയപ്പെടുന്നു. എന്തിന്? കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം തുടങ്ങിയ അയൽ ജില്ലകളിൽ പോലും ഈ ഒരു സുധാകരൻ്റെ മാറ്റം, അല്ലെങ്കിൽ സുധാകരൻ പാർട്ടിക്കെതിരായി നിലപാടെടുത്ത് മത്സര രംഗത്തേക്ക് വരുന്നത് ഈ പറഞ്ഞ അയൽ ജില്ലകളെ പോലും ബാധിക്കും എന്ന് CPMന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവർ അമ്പികുമ്പി പയറ്റുന്നത്. സുധാകരനെ എങ്ങനെയും അനുനയിപ്പിച്ച് തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരിക, തങ്ങളുടെ വരുതിയിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നത്. എന്തായാലും അതൊന്നും ഇവിടെ വിജയിച്ചു കാണുന്നില്ല. സുധാകരനുമായിട്ട് മാധ്യമപ്രവർത്തകർ നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. ഞാൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല, പക്ഷേ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നത് ഞാൻ മത്സരിക്കും എന്നാണ്. എനിക്കറിയില്ല അവർക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി എന്ന്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹം പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല. അതുപോലെ തന്നെ വർഷാവർഷം അടയ്ക്കേണ്ട ലെവി അടച്ചിട്ടില്ല. അത് തന്നെ കൃത്യമായ ഒരു സൂചനയാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വളരെ ദൂരത്തേക്ക് അകന്നിരിക്കുന്നു എന്നതിൻ്റെ. ഈ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവരുടെ നിലപാടുകളും ചെയ്തികളുമാണ് ജി സുധാകരനെ ഇത്രയേറെ പ്രകോപിതനാക്കിയത്. പക്ഷേ അപ്പോഴും പാർട്ടി കരുതുന്നത് ജി സുധാകരൻ്റെ വീട് ഒരു രക്തസാക്ഷിയുടെ വീടാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ ഭുവനേന്ദ്രൻ കോൺഗ്രസ്സുകാരുടെ കൈകൊണ്ടാണ് കൊല്ലപ്പെട്ടത്. ശരിക്കു പറഞ്ഞാൽ KSUക്കാർ അദ്ദേഹത്തെ ആക്രമിക്കുകയും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വേളയിൽ ആക്രമിക്കുകയും പരിക്കേറ്റ ഭുവനേന്ദ്രൻ ഏതാണ്ട് 5 ദിവസത്തോളം ആശുപത്രിയിൽ കിടന്ന് മരിച്ചു എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്വന്തം അനുജനെ കൊന്ന കോൺഗ്രസ്സുകാരോടൊപ്പം ജി സുധാകരൻ ചേരില്ല എന്ന ഒരു ധൈര്യം CPMനുണ്ട്. BJPയിലേക്ക് പോയാൽ വിചാരിച്ചതുപോലൊരു വിജയം സുധാകരന് നേടാൻ കഴിയില്ല. അത് വലിയ രീതിയിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം എന്നും പാർട്ടി കരുതുന്നു. അതുകൊണ്ട് ഈ കണക്കുകൂട്ടലുകളിലൂടെയാണ് CPM ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനെയെല്ലാം കവച്ചു വയ്ക്കുന്ന, ഇതിൻ്റെ എല്ലാം മർമ്മത്തടിക്കുന്ന ഒരു തീരുമാനമായിരിക്കും ജി സുധാകരൻ സ്വീകരിക്കുന്നത്. ജി സുധാകരൻ്റെ അതൃപ്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. KC വേണുഗോപാലും CPMും തമ്മിൽ അവിടെ, അതായത് CPMന്റെ സ്ഥാനാർത്ഥിയും UDFന്റെ സ്ഥാനാർത്ഥി KC വേണുഗോപാലും തമ്മിൽ
ഏറ്റുമുട്ടുമ്പോൾ BJPക്ക് അവിടെ എന്ത് കാര്യം എന്ന് ചോദിച്ചവരുണ്ട്. അവരുടെ എല്ലാം മുഖത്തടിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് ആലപ്പുഴയിൽ ഉണ്ടായത്. അവിടെ BJPയുടെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രൻ 2,99,000 ചില്ലുവാനം, ഏതാണ്ട് 3 ലക്ഷത്തിനോടടുത്ത് വോട്ടുകൾ പിടിച്ചു. പ്രത്യേകിച്ചും അമ്മമാരുടെ, സ്ത്രീജനങ്ങളുടെ വോട്ട് വലിയ രീതിയിൽ അവർ നേടിയെടുത്തു. കായംകുളം, അതുപോലെ തന്നെ ആലപ്പുഴ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ, ഹരിപ്പാട് അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ, ആലപ്പുഴയുടെ തെക്കൻ നിയോജക മണ്ഡലങ്ങളിൽ അവർക്ക് വലിയ രീതിയിൽ മുന്നേറാനായി എന്നുള്ളതാണ്. CPM-നെ ഞെട്ടിച്ചു കളഞ്ഞു ആ ഫലം. CPM തോൽവി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ ഈ മുന്നേറ്റം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ശോഭാ സുരേന്ദ്രൻ ഒരു 2 ലക്ഷം, 2.25 ലക്ഷം വോട്ടൊക്കെ പിടിക്കും എന്നാണ് പരമാവധി, അത്രയൊക്കെ പിടിക്കൂ എന്നാണ് CPM കണക്ക് കൂട്ടിയിരുന്നത്. അവരുടെ കണക്ക് കൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ 3 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടി എന്ന് മാത്രമല്ല, ബൂത്ത് തിരിച്ച് കണക്കെടുത്ത് നോക്കിയപ്പോൾ CPM-ന് ഒരു സത്യം ബോധ്യപ്പെട്ടു. ആലപ്പുഴ ജില്ലയിലെ ഈഴവർ ഒട്ടുമുക്കാലും ബഹുഭൂരിപക്ഷവും ശോഭയ്ക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. CPM-ന്റെ മിഷനറി വളരെ ശക്തമാണ്. അവർക്കറിയാം ഏത് വീട്ടിൽ നിന്ന് ആര്, ആ വീട്ടിലെ ഏത് അംഗം ആർക്ക് വോട്ട് ചെയ്യും എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള പാർട്ടി മിഷനറി CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതോടുകൂടി പാർട്ടി ആകെ വേവലാതി പൂണ്ട് വലിയ ആശങ്കയിലായി. കാരണം അവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കാണ് ഈഴവ സമൂഹം. ആ ഈഴവ സമൂഹം അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് BJPക്കൊപ്പം പോകുന്നു. കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ പോലും അവരിത്രയും ഭയപ്പെടില്ല. കാരണം ഇന്ന് കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരും, അവർക്കറിയാം. പക്ഷേ BJPയിലേക്ക് പോയാൽ ആ വോട്ടുകൾ തിരിച്ചു വരില്ല എന്ന് CPM ഭയക്കുന്നു. അതാണ് CPM-നെ വലിയ പ്രതിരോധത്തിലാക്കുന്നത്. ഇവിടെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ സുധാകരൻ കൂടി ഇങ്ങനെയൊരു വെല്ലുവിളി ഉയർത്തുമ്പോൾ പാർട്ടി തീർച്ചയായിട്ടും വലിയ പ്രതിരോധത്തിലാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുധാകരന്റെ നിലപാട് വളരെ നിർണായകമായിരുന്നു. അദ്ദേഹത്തിന്റെ മൗനവും അദ്ദേഹത്തിന്റെ ആ മൗനം പാലിച്ചുകൊണ്ടുള്ള പിന്തുണയും CPM-ന്റെ എതിരാളികൾക്കായിരുന്നു എന്നുള്ളത് നല്ല നഗ്നമായ സത്യമാണ്. അതുകൊണ്ട് തന്നെ CPM കൂടുതൽ ഭയക്കുന്നു. സുധാകരൻ പാർട്ടി വിട്ടു പോകുന്നതിൽ അവർക്ക് ഭയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അമ്പലപ്പുഴയിൽ മത്സരിച്ചാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും. എന്തായാലും വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ വിവരം പുറത്തു വന്നപ്പോൾ അമ്പലപ്പുഴയിലെ നിരവധി ആൾക്കാരാണ് സുധാകരനെ വീട്ടിലെത്തി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തോട് എല്ലാവരുടെയും ആവശ്യം ഒന്നാണ്, അങ്ങ് മത്സരിക്കണം, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അമ്പലപ്പുഴ നിന്ന് മത്സരിക്കണം, ഞങ്ങൾ അങ്ങയെ ജയിപ്പിക്കാം. ഈ പാർട്ടിക്ക് ഇതിനേക്കാൾ നല്ലൊരു മറുപടി കൊടുക്കാനില്ല. സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു വന്നാൽ CPM-ന്റെ മുഖത്തേറ്റ അടി മാത്രമായിരിക്കില്ല, അത് കാർക്കിച്ചുള്ള ഒരു തുപ്പൽ കൂടിയായിരിക്കും എന്ന് രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല പാർട്ടിക്ക് ഉള്ളിലുള്ളവർ പോലും കരുതുന്നുണ്ട്. അവരും കുറേയൊക്കെ അങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് ഈ പാർട്ടി ചെന്നെത്തിയിരിക്കുന്നത് അത്ര വലിയ അധപ്പതനത്തിലാണ്. ഈ പാർട്ടിയെ രക്ഷിക്കാൻ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെ വേണം, സാധാരണ ചികിത്സയൊന്നും പോരാ, മർമ്മത്ത് തന്നെ കൊടുക്കണം അടി, എങ്കിലേ ഇനി ഈ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് അടിയുറച്ച പാർട്ടിക്കാർ അടക്കം പറയുന്നത്. അത് കേവലം ആലപ്പുഴയിൽ മാത്രമല്ല, തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ ഇങ്ങനെയൊരു സംസാരം പാർട്ടിക്കാരുടെ ഉള്ളിലുണ്ട്. കാരണം ഈ തെക്കൻ ജില്ലകളിൽ പാർട്ടി അതീവ ശക്തമാണ്. അതേസമയം മലബാറിൽ ലീഗിനോട് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം പാർട്ടിയെ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം വളരെ വൈകിയാണെങ്കിലും പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തെക്കൻ ജില്ലകളിലാണ് അവർ വലിയ പ്രതീക്ഷ വയ്ക്കുന്നത്. ആ തെക്കൻ ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു അസ്വാരസ്യം ഉണ്ടാവുകയും ഒരു തലമുതിർന്ന നേതാവായ സുധാകരൻ
സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വരികയും ചെയ്താൽ അത് കേവലം ആ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും എറണാകുളത്തും ഒക്കെ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും, അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും. അത് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ സുധാകരനെ ഭയക്കുന്നത്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷെ വിജയിച്ചില്ല. സുധാകരൻ വഴങ്ങുന്നില്ല. ഭയപ്പെടുത്തി സുധാകരനെ ഒതുക്കാം എന്ന് കരുതുന്നത് വെറും വ്യാമോഹമാണ്. അങ്ങനെയൊന്നും ഭയപ്പെടുന്ന ആളല്ല ജി സുധാകരൻ. അടിയന്തരാവസ്ഥ കാലത്ത് ഒറ്റയ്ക്ക് സമരം ചെയ്ത പാരമ്പര്യം ജി സുധാകരനുണ്ട്. ജയിലിൽ കിടന്ന പാരമ്പര്യമുണ്ട്. ലോക്കപ്പ് മർദ്ദനമേറ്റതിൻ്റെ പാരമ്പര്യമുണ്ട്. ആ ചരിത്രമൊന്നും സുധാകരനെ ആരും പഠിപ്പിക്കണ്ട. അത് പഠിപ്പിക്കാൻ ഇന്ന് പാർട്ടിയിലുള്ള ഒരു നേതാവിനും കരുത്തുണ്ട് എന്ന് തോന്നുന്നുമില്ല. സുധാകരൻ അതൊന്നും വകവയ്ക്കുന്നുമില്ല. സുധാകരൻ ഒന്ന് തീരുമാനിച്ചാൽ അത് അതുപോലെ ചെയ്യാൻ ശേഷിയുള്ള ഒരു നേതാവാണ്. രാഷ്ട്രീയത്തിൻ്റെ മർമ്മം അറിഞ്ഞ ആളാണ് ജി സുധാകരൻ. അദ്ദേഹത്തെ നിസ്സാരക്കാരനായി എഴുതിത്തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ LDFിൻ്റെ CPMൻ്റെ ഉറച്ച മണ്ഡലമായിരുന്ന അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ പിന്തുണയ്ക്കാൻ കോൺഗ്രസും BJPയും ഒക്കെ തയ്യാറാകും. അതിൽ മാറ്റമൊന്നുമില്ല. കാരണം മത്സരിക്കുന്നത് ജി സുധാകരനാണ്. ജി സുധാകരൻ്റെ ആ നീക്കം പാർട്ടിയെ അടിമുടി ഉലയ്ക്കും, തകർക്കും എന്ന് രാഷ്ട്രീയ എതിരാളികൾക്കും നന്നായി അറിയാം. എന്തായാലും ജി സുധാകരൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹം വൈകാതെ മാധ്യമങ്ങളെ കാണുമെന്നും ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ തൻ്റെ തീരുമാനം വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ നാട്ടിലെ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIMൻ്റെ കെട്ടുറപ്പിനെ വെല്ലുവിളിക്കാൻ തക്കവണ്ണം ഒരു തീരുമാനം ജി സുധാകരൻ സ്വീകരിക്കുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം ജി സുധാകരൻ എന്തു തീരുമാനിക്കും, അത് പാർട്ടിയെ എങ്ങനെ ബാധിക്കും. വരും ദിവസങ്ങളിൽ നമുക്കത് കണ്ടറിയാം.